theorem, the modulus of characteristic root of a unitary matrix is unity. So, unitary matrix in the characteristic root and the modulus unity ആണെന്ന് അതായത് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ലാംഡ എന്ന് പറയുന്ന ഒരു യൂണിറ്ററി മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആണെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ അതിൻ്റെ മോഡുലസ് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് യൂണിറ്ററി മെട്രിക്സ് എന്താണെന്ന് നോക്കാം. എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആണെങ്കിൽ മെട്രിക്സ് എ നമ്മൾ യൂണിറ്ററി എന്ന് പറയും. മെട്രിക്സ് എ യൂണിറ്ററി ആവണമെങ്കിൽ എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ ആയിരിക്കണം. എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് മീൻസ് എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് ഇത് സെയിം ആണ്. അപ്പോൾ എന്ന മെട്രിക്സിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക, ദെൻ അതിൻ്റെ ട്രാൻസ്പോസ് കാണുക, അതാണ് എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ്. അപ്പോൾ എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഐഡൻറ്റിറ്റി വരികയാണെങ്കിൽ എ ഇസ് എ യൂണിറ്ററി മെട്രിക്സ്. അതായത് യൂണിറ്ററി മെട്രിക്സ് നോൺ സിംഗുലർ ആണ്. അതിൻ്റെ ഇൻവേഴ്സ് എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ആയിരിക്കും അതിൻ്റെ ഇൻവേഴ്സ്. എ ഇൻറ്റു ഏത് മെട്രിക്സ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഐഡൻറ്റിറ്റി വരുന്നത്, ദാറ്റ്സ് ഇൻവേഴ്സ്. ഇവിടെ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ആയിരിക്കും എയുടെ ഇൻവേഴ്സ്. അപ്പോൾ യൂണിറ്ററി മെട്രിക്സ് എപ്പോഴും നോൺ സിംഗുലർ ആണ്, അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി എ ഒരു റിയൽ മെട്രിക്സ് ആണെങ്കിൽ അതിന് കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റിയൽ മെട്രിക്സ് ആണെങ്കിൽ എ കോഞ്ചുഗേറ്റ് എ തന്നെയാണ്. സോ എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഇസ് സെയിം ആസ് എ ട്രാൻസ്പോസ്. സോ നമുക്കതിന് ഈ ഇക്വേഷൻ ഇങ്ങനെ പറയാം, എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയാം. എ ഒരു റിയൽ മെട്രിക്സ് അല്ല, അതായത് എ എന്ന മെട്രിക്സിലെ എൻട്രീസ് എല്ലാം റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറയുന്ന എ ട്രാൻസ്പോസിന് ഈക്വലാണ്. സോ എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ എന്ന ഇക്വേഷനെ നമുക്ക് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയാം. അപ്പോൾ എ റിയൽ മെട്രിക്സ് ആണെങ്കിൽ അത് യൂണിറ്ററി മെട്രിക്സ് ആവണമെങ്കിൽ എ ട്രാൻസ്പോസ് ഐ ആയാൽ മതി. ഇനി ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ, ഒരു മെട്രിക്സ് എ അത് റിയൽ ആയിരിക്കണം, കൂടാതെ എ ട്രാൻസ്പോസ് ഐ ആണെങ്കിൽ ദാറ്റ്സ് ഓർത്തോഗണൽ മെട്രിക്സ്. സോ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി യൂണിറ്ററി മെട്രിക്സ് തന്നെയാണ്. എല്ലാ ഓർത്തോഗണൽ മെട്രിക്സ് യൂണിറ്ററി മെട്രിക്സ് ആണ്. ഓക്കെ, ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്കത് പ്രൂവ് ചെയ്യേണ്ടത് ദ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ യൂണിറ്ററി മെട്രിക്സ് ഇസ് യൂണിറ്റി. ഒരു യൂണിറ്ററി മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് യൂണിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഒരു യൂണിറ്ററി മെട്രിക്സ് എ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ടാണ് വേണ്ടത്. സോ എ ഇസ് എ യൂണിറ്ററി മെട്രിക്സ്. സപ്പോസ് ലാംഡ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ കറസ്പോണ്ടിങ് ടു എ. സോ എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് ഫോർ സം എക്സ് നോട്ട് ഈക്വൽ ടു 0. ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സ് എക്സിസ്റ്റ് ചെയ്യും, എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് വരുന്നു. Now take conjugate transpose of this equation. So Ax conjugate transpose equal to lambda x conjugate transpose, which implies AB all transpose is B transpose A transpose. Same way X conjugate transpose is equal to X conjugate transpose A transpose. That is equal to lambda scalar ആണ്. Lambda x conjugate transpose is same as lambda conjugate into x conjugate transpose. Then രണ്ട് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ x conjugate transpose A conjugate transpose into AX left side into AX equal to lambda conjugate x conjugate transpose into lambda x. Matrix multiplication associative ആണ്, which implies ഇവിടെ എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എ യൂണിറ്ററി മെട്രിക്സ് ആയതുകൊണ്ട് എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി. സോ ദിസ് വൺ ഈസ് സെയിം ആസ് എക്സ് കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഐഡൻറ്റിറ്റി ഇൻറ്റു എക്സ് ഈക്വൽ ടു ലാംഡ സ്കെയിലർ ആണ്, ഔട്ട് സൈഡിലേക്ക് വരാം, lambda conjugate lambda x conjugate transpose x, which implies x conjugate transpose x equal to lambda conjugate lambda or lambda conjugate scalars ആണ്, x conjugate transpose x, which implies ലെഫ്റ്റിലേക്ക് എടുത്താൽ 1 minus lambda conjugate into x conjugate transpose x common, x conjugate transpose x equal to 0. Then left എടുത്തു, common term outside എടുത്തു. Now x is the characteristic vector, so x not equal to 0. So x conjugate transpose x also not equal to 0. ഇത് not equal to 0 ആണ്. So equation this equal to 0 വന്നെങ്കിൽ
1 minus lambda conjugate equal to 0, which implies lambda conjugate equal to 1. Z conjugate എന്ന് പറയുന്നത് Z കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ Z conjugate is equal to Z conjugate is equal to mod Z. So same way lambda conjugate is mod lambda equal to 1. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഒരു യൂണിറ്ററി മാട്രിക്സ് ആണെങ്കിൽ absolute value of the characteristic root equal to 1 or unity. Okay. Corollary: the modulus of each characteristic root of an orthogonal matrix is unity. For every such matrix is unitary. For orthogonal matrix ന്റെ characteristic root എന്ന് പറയുന്നത് അതിൻ്റെ മോഡുലസ് യൂണിറ്റി ആയിരിക്കും. നമുക്കറിയാം ഓർത്തോഗണൽ മെട്രിക്സ് എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു യൂണിറ്ററി മെട്രിക്സ് ആണ്. സോ ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു യൂണിറ്ററി മെട്രിക്സിൻ്റെയും ഓർത്തോഗണൽ മെട്രിക്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ അതിൻ്റെ മോഡുലസ് 1 ആണ്. അപ്പോൾ നമ്മുടെ റിയൽ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക് റൂട്ട് അബ്സല്യൂട്ട് വാല്യൂ 1 വരുന്ന 2 റിയൽ വാല്യൂസേ ഉള്ളൂ, 1 ഉം -1. ഇപ്പോൾ റിയൽ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് വരാവുന്ന ഒരു ഓർത്തോഗണൽ മെട്രിക്സിന് റിയൽ ആയിട്ട് വരാവുന്ന ക്യാരക്ടറിസ്റ്റിക് റൂട്ട് അല്ല, ഒന്നെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 1 ആണ്, അല്ലെങ്കിൽ -1 ആയിരിക്കും. ദെൻ ബാക്കി ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എല്ലാം ഇമാജിനറി ആയിരിക്കും, അത് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. മോഡുലസ് അബ്സല്യൂട്ട് വാല്യൂ 1 വരുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ. ഓർത്തോഗണൽ മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്ററി മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് റിയൽ ആണെങ്കിൽ അത് 1 അല്ലെങ്കിൽ -1 ആയിരിക്കും. Next, algebraic and geometric multiplicity. Algebraic and geometric multiplicity of a characteristic root. If lambda be a t-triple root of the characteristic equation determinant of a minus xi equal to 0, then t is the algebraic multiplicity of lambda. നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ ലാംഡ അതിൻ്റെ റൂട്ടാണ്. അത് സപ്പോസ് 2 ടൈംസ് റൂട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ 2 is the algebraic multiplicity of lambda. അതായത് ഒരു റൂട്ട് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നോ ദാറ്റ് ഈസ് ദ algebraic multiplicity. ഇനി ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ ക്യാരക്ടറിസ്റ്റിക് റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് കാണും. ആ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് അങ്ങനെ ഇപ്പോൾ ഒരു ഐഗൺ വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് വരുന്നോ അതിൻ്റെ എണ്ണമാണ്, എത്ര ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് വരുന്നോ ആ എണ്ണമാണ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, സപ്പോസ് A equal to the 3/3 matrix. First row 6 - 2 2, second row -2 3 -1, third row 2 -1 3. നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പ്രോബ്ലം ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനന്റ് ഓഫ് a minus xi equal to 0 കണ്ടാൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിയിരുന്നു. ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് നമുക്ക് കിട്ടിയത് 2 to 8 ആണ്. സോ ഇവിടെ ലാംഡ ഈക്വൽ ടു 2 ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ടാണ്. അതിൻ്റെ ഓൾജിബ്രാക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ലാംഡ 2 ടൈംസ് വരുന്നുണ്ട്. സോ ഓൾജിബ്രാക് മൾട്ടിപ്ലിസിറ്റി 2. ലാംഡ ഈക്വൽ ടു 2ൻ്റെ ഓൾജിബ്രാക് മൾട്ടിപ്ലിസിറ്റി 2. ലാംഡ ഈക്വൽ ടു 8ൻ്റെ ഓൾജിബ്രാക് മൾട്ടിപ്ലിസിറ്റി 1. ദെൻ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് കണ്ടു. നമുക്ക് 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതിൻ്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2. ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ ഈക്വൽ ടു 2ൻ്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2. മെട്രിക്സ് എയുടെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2. ലാംഡ ഈക്വൽ ടു 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടറിസ്റ്റിക് വെക്ടറാണ് കിട്ടിയിരിക്കുന്നത്. സോ അതിൻ്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1. ഇനി നോക്കുക, ഇവിടെ ലാംഡയുടെ ഇതിൻ്റെ ഓൾജിബ്രാക് മൾട്ടിപ്ലിസിറ്റിയും ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും സെയിം ആയിരുന്നു. ഓൾജിബ്രാക് മൾട്ടിപ്ലിസിറ്റി 2, ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും 2 ആയിരുന്നു. ജനറൽ കേസിൽ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓൾജിബ്രാക് മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും. അതായത് ലാംഡ ഒരു 2 ടൈംസ് ക്യാരക്ടറിസ്റ്റിക് റൂട്ടാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സിൻ്റെ എണ്ണം 2 അതിൽ താഴെ വരാം. ഓക്കെ. Then one problem, suppose consider a zero matrix, n by n zero matrix. Consider n by n zero matrix. So zero matrix നമുക്കറിയാം എല്ലാ എൻട്രീസും 0 ആണ്. 0 0 etc 0 x 0 0 etc 0 etc 0 0 etc 0.
അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇസ് എ സീറോ മെട്രിക്സ്. സോ എ മൈനസ് ലാംഡ ഐ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സീറോ, എ എന്ന് പറയുന്നത് സീറോ മെട്രിക്സ് ആണ്. സീറോ മൈനസ് ലാംഡ ഐ, ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു സീറോ. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഐഗൻ വാല്യൂസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്. സോ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് സീറോ മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ ഡയഗണലിൽ മൈനസ് ലാംഡ കൊടുത്താൽ മതി. സീറോ മൈനസ് ലാംഡ, ലാംഡ സീറോ സീറോ സീറോ, അത് സീറോ മെട്രിക്സ് മൈനസ് ലാംഡ ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ്. സോ സീറോ മൈനസ് ലാംഡ എക്സെട്രാ സീറോ. നെക്സ്റ്റ് 0 0, നെക്സ്റ്റ് എലമെൻറ്റ് മൈനസ് ലാംഡ എക്സെട്രാ സീറോ, എക്സെട്രാ ലാസ്റ്റ് വരുന്നത് 0 0 0 എക്സെട്രാ മൈനസ് ലാംഡ. സോ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടാൽ നമുക്ക് കിട്ടുക, നമുക്കറിയാം ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റാണ്. സോ മൈനസ് ലാംഡ ഇൻറ്റു എക്സെട്രാ n ടൈംസ് മൈനസ് ലാംഡ. സോ മൈനസ് 1 raised to n ഇൻറ്റു ലാംഡ റേസ് ടു n, ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഡിറ്റർമിനൻ്റ് വാല്യൂ. സോ മൈനസ് 1 raised to n ഇൻറ്റു ലാംഡ റേസ് ടു n ഈക്വൽ ടു 0, which implies lambda raised to n equal to 0. This is the characteristic equation. So ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു 0. എത്ര പ്രാവശ്യം റൂട്ടായിട്ട് വരും? n ടൈംസ്. സോ ലാംഡ ഈക്വൽ ടു 0 ഇതിൻ്റെ റൂട്ടാണ്, n ടൈംസ് ഇതിൻ്റെ റൂട്ടായിട്ട് വരുന്നു. സോ ഇതിൻ്റെ ഓൾജിബ്രാക് മൾട്ടിപ്ലിസിറ്റി, ലാംഡ ഈക്വൽ ടു 0യുടെ ഓൾജിബ്രാക് മൾട്ടിപ്ലിസിറ്റി n. ഓക്കെ, ദെൻ സിമിലർലി നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കൺസിഡർ ചെയ്താൽ, നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഐ. സോ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ n by n ഐഡൻറ്റിറ്റി മെട്രിക്സ് 0 0 1 എക്സെട്രാ 0 എക്സെട്രാ 0 0 എക്സെട്രാ 0. സോ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ a minus lambda I, that is I minus lambda I, determinant of I minus lambda I equal to 0. So which implies determinant of diagonal 1 minus lambda 0 etc 0 0 1 minus lambda etc 0 etc 0 0 etc 1 minus lambda equal to 0. ഇതും അഗെയിൻ ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റ്. സോ 1 minus lambda ഇൻറ്റു 1 minus lambda ഇൻറ്റു എക്സെട്രാ 1 minus lambda ഈക്വൽ ടു 0, which implies lambda equal to 1, lambda equal to 1. So lambda equal to 1 is the characteristic root, repeating n times. ഇതൊരു n by n മെട്രിക്സ് ആണെങ്കിൽ n times. സോ lambda equal to 1 ൻ്റെ ഓൾജിബ്രാക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് n. ഓക്കെ.